പിന്നെ കുറച്ചുനേരം ഉമ്മയോട് സംസാരിച്ച ശേഷമാണ് അവർ അവിടെ നിന്ന് ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാനായി പോയത്. ഹോട്ടലിലേക്ക് പോയപ്പോൾ അമീറിൻ്റെ വേറെയും കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. പിന്നെ കുറേ സംസാരിച്ചും സമയം പോയി. വൈകിട്ട് ഒരു 6 മണി ആയിട്ടുണ്ടാവും. എല്ലാവരും പിരിഞ്ഞപ്പോൾ പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴയും തണുപ്പും. തിരിച്ച് ഞങ്ങൾ മാത്രമാണ് റിസോർട്ടിലേക്ക് പോകേണ്ടത്. അമീറിൻ്റെ കൂടെ പോകുന്നതിന് മുമ്പ് അവൻ്റെ കൂട്ടുകാരന്മാരിൽ ഒരാൾ അവൻ്റെ ചെവിയിലായി എന്തോ സ്വകാര്യം പറഞ്ഞു. അത് എന്താണെന്ന് റോസിന് മനസ്സിലായി. തിരിച്ച് കാറിൽ കയറുമ്പോൾ അവളുടെ മുഖം ഗൗരവത്തിലായിരുന്നു. അതെ, കൂട്ടുകാരന്മാരുടെ ഉപദേശം കേട്ട് ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാമെന്ന ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ട. എൻ്റെ വീട്ടുകാരുടെ സമ്മതമെല്ലാം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മതി അതൊക്കെ, റോസ് ഗൗരവത്തിൽ പറഞ്ഞു. അമീർ അവളെ ദേഷ്യത്തിൽ നോക്കി. അവളുടെ ഈ വർത്തമാനം അവനെന്തോ കളിയാക്കുന്ന പോലെ. അയ്യടാ, എനിക്ക് പിന്നെ മുട്ടി നിൽക്കുകയാണല്ലോ. എനിക്കങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. എനിക്ക് നല്ല കൺട്രോളുണ്ട്, അവൻ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ പിന്നെ രണ്ടാളും ഗൗരവത്തിലായിരുന്നു. റിസോർട്ടിൽ കയറി ആദ്യം അമീറാണ് കുളിക്കാൻ കയറിയത്. കുളിച്ച് ഫ്രഷായി ഒരു ബനിയനും 3/4 പാൻറ്റും എടുത്തു ധരിച്ചു. റോസ് കുളിക്കാൻ പോയി. ഒരു ഓഫ് വൈറ്റ് ടോപ്പും പിങ്ക് നിറത്തിലുള്ള പാവാടയും ധരിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേർക്കും മുഖത്തോട് മുഖം നോക്കാൻ ഒരു മടിയുണ്ട്. ഇന്ന് വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയാണ്. തെറ്റായ ചിന്തകളെല്ലാം തോന്നുന്നുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ വയ്യ. കണ്ണാടിയിൽ മുന്നിൽ നിന്ന് തല തോർത്തുന്നവൾ ഒളി കണ്ടിട്ട് അവനെ നോക്കി. അവൻ തിരിഞ്ഞു നോക്കുന്നില്ല, ഫോണിൽ തോണ്ടിക്കിടക്കുന്നു. അമി, എന്നോട് പിണക്കമാണോ? അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു. ഏയ്, എന്തിന്? ഇപ്പോഴും മസിൽ പിടുത്തത്തിൽ അവൻ മറുപടി പറഞ്ഞു, മുഖത്ത് നോക്കാതെ. എന്താ എൻ്റെ മുഖത്ത് നോക്കാത്തെ? എനിക്ക് വിഷമമാവുന്നുണ്ട്. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? അമീൻ്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇന്ന് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാമെന്ന്. ബാക്കി അവൾ പറയുന്നതിന് മുമ്പ് അവൻ അവളെ പിടിച്ചു വലിച്ച് മടിയിലിട്ടു. റോസ് പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. അങ്ങനെ നിന്റെ സമ്മതമില്ലാതെ ഞാൻ തൊടുമോ? അവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു. ആ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ നിലത്തേക്ക് നോക്കി. എന്നെ നോക്ക്, ഞാൻ നിന്നെ തൊടുന്നത് ഇഷ്ടമാണോ? അവൻ ചോദിച്ചു. അത് ഇപ്പോൾ വേണോ? വീട്ടിൽ എന്താ അവസ്ഥയെന്ന് ഉറപ്പിക്കാതെ അവൾ വിക്കലോട് ചോദിച്ചു. ഇങ്ങനെ എൻ്റെ കൂടെ ചേർന്നിരിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ലേ? അവൻ ചോദിച്ചു. എനിക്ക് എന്ത് തോന്നാൻ? അവൾ ചുണ്ടിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് ചോദിച്ചു. അമീർ അവളുടെ കവിളിലായി താടി രോമങ്ങൾ കൊണ്ട് ഒന്നുരസി. അവൾ അവൻ്റെ ടീഷർട്ടിൽ മുറുക്കി പിടിച്ചു. കണ്ണുകൾ അടച്ചുകൊണ്ട് ധൃതിയിൽ ശ്വാസമെടുക്കുന്നുണ്ട് അവൾ. അവന് കുസൃതി തോന്നി. അവളുടെ ചുണ്ടിലെ വെറുതെ ഒന്ന് ഊതി. അവൾ അറിയാതെ വാ തുറന്നുപോയി അവനെ ചുംബിക്കാൻ എന്ന വണ്ണം. പക്ഷേ അമി ഒന്നും ചെയ്യാതെ അവളെ നോക്കി നിന്നു. അവൾ പതുക്കെ കണ്ണു തുറന്നു. ഇപ്പോൾ ആർക്കാ കൺട്രോൾ ഇല്ലാത്ത മനസ്സിലായോ? ഞാൻ അടുത്തു വന്ന് ഒന്ന് ശ്വാസം തട്ടിക്കുമ്പോൾ പോലും പിടഞ്ഞു പോകുന്ന നീയാണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ പതിയെ മടിയിൽ നിന്നും ബെഡിലിരുത്തി അവൻ ഫോണെടുത്ത് കോൾ ചെയ്യാൻ പോയി. ഷേ, മാനം പോയി, റോസ് ഓർത്തു. അവൻ വരുമ്പോൾ തിരിഞ്ഞു കിടന്ന് കാര്യമായ ആലോചനയിലാണ്. അമ്മി, ഡിം ലൈറ്റ് ഇട്. തൊട്ടടുത്ത് വന്ന് കിടന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ മുഖം കൊടുക്കാതെ എതിർവശത്തേക്ക് കിടന്നു. എന്നെ നോക്കാതെ കിടക്കുന്നത് എന്തിനാ? അവൻ ചോദിച്ചു. എനിക്ക് ഇതാ സൗകര്യം, റോസ് പറഞ്ഞു. ഓ, എനിക്ക് പിന്നാമ്പുറം കാണിച്ച് വശീകരിക്കാനാണോ ഉദ്ദേശം? അവൻ കളിയാക്കി. നീ നല്ല കൺട്രോളുള്ള ആളല്ലേ. അങ്ങനെ എൻ്റെ മുന്നും പിന്നും കണ്ട് നീ വശീകരിക്കപ്പെടേണ്ട. അവൾ ദേഷ്യത്തിൽ അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ കൊള്ളാം, അവൻ പറഞ്ഞുകൊണ്ട് ഇടുപ്പിലായി കൈയിട്ട് അവളെ വലിച്ചു. ഷേ, വിടെ എന്നെ, അവൾ കുതറി കളിക്കുന്നവളെ അവൻ നെഞ്ചോടടക്കി മുറുക്കെ പിടിച്ചു. എങ്ങനെ കുതറല്ലേ? അപ്പോൾ ശരിക്കും ചീത്തയാവാൻ തോന്നുന്നു, അമ്മി സ്വകാര്യം പോലെ പറഞ്ഞു. നീ ഒറ്റയ്ക്ക് ചീത്തയായിക്കോ. അവൾ വീണ്ടും കുതറി എഴുന്നേറ്റ് നീങ്ങി കിടക്കാൻ പോയതും അവൻ അവളുടെ ടോപ്പിൻ്റെ പിന്നിൽ നിന്നും വലിച്ചു. അവളുടെ ഇന്നറിൻ്റെ ഇലാസ്റ്റിക് ബാൻഡ് പൊട്ടിപ്പോയ ശബ്ദം കേട്ടതും അവൾ വേഗം തിരിഞ്ഞു നോക്കി. അവൻ അറിയാതെ ചെയ്തു പോയി എന്ന ഭാവത്തിൽ നോക്കി. ഞാൻ അറിയാതെ, അവൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു. പണ്ടും നീ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അവൾ മാറിൽ കൈകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ കയ്യിലൂടെ ഒരു സ്ട്രാപ്പ് അഴിഞ്ഞ് പുറത്തേക്ക് വീണു. അത് പണ്ടല്ലേ, ഇത് പൊട്ടി തോന്നുന്നു. നോക്ക്, നിന്റെ കയ്യിൽ കൂടെ ഒരു വള്ളി തൂങ്ങിക്കിടക്കുന്നു. അവൻ ചൂണ്ടിപ്പറഞ്ഞതും അവൾ ചമ്മലോടെ വേഗം എഴുന്നേറ്റ് ഓടാൻ നോക്കി. അവൻ അവളെ പിടിച്ച് ബെഡിൽ തന്നെ ഇരുത്തി. എങ്ങോട്ടാ ഓടുന്നത്? നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവും. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെ നാണിക്കാൻ ഞാൻ നിനക്ക് അന്യനല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ടോപ്പ് പതിയെ ബെഡിൽ മുട്ടിലിരുന്നു കൊണ്ട് തന്നെ പതുക്കെ പൊക്കി. അവളുടെ ശ്വാസതാളം തെറ്റാൻ തുടങ്ങി. തൻ്റെ പാവാടയിൽ അവൾ മുറുക്കി പിടിച്ചു. മൃദുലമായ ഇത്തിരി കൊഴുപ്പ് നിറഞ്ഞ അരക്കെട്ടും ഇടുപ്പും അവൻ കൊതിയോടെ നോക്കി. വിരൽ കൊണ്ട് ആ ഇടുപ്പിലൊന്ന് അമർത്തി നുള്ളാൻ കൊതി തോന്നിപ്പോയി.
വെള്ളപ്പനിയൻ കുറച്ചുകൂടി പൊക്കിയപ്പോൾ കണ്ടു പിന്നിലുള്ള ഭാഗം മുഴുവനായി പൊട്ടിപ്പോയിട്ടുണ്ട്. താൻ കുറച്ച് സ്ട്രോങ് ആയി തന്നെ പിടിച്ചത് ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുമെന്ന് കരുതിയോ? അവൻ പതുക്കെ രണ്ടറ്റവും കൂട്ടിപ്പിടിച്ചിടാൻ നോക്കി. വിരലുകൾ ആ പുറകുവശത്ത് തൊടുമ്പോൾ അവളുടെ മിനുസതയും വിയർപ്പും അറിയുന്നുണ്ട്. നാവ് കൊണ്ടൊന്ന് ഒഴിയാൻ തോന്നിപ്പോയി അവന്. ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. അവൻ ചെറുതായി കിതച്ചു. പിന്നെ ദീർഘനിശ്വാസം എടുത്തു. എടി, നീ തടി കൂടിയിട്ടാ. ഇതൊന്നും കൊളുത്തിയിടാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് പൊട്ടിയത്. അവൻ കാര്യമായി കണ്ടുപിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മി വിട്ടേ, ഞാൻ ചെയ്തോളാം. അവൾ പുറകിലേക്ക് വിരലുകൾ കൊണ്ടുപോയതും അവൻ പതിയെ വിരലുകൾ പിടിച്ചു വെച്ചു. ഇന്നിത് വേണോ? അവൻ രഹസ്യമായി ചോദിച്ചു. അവൾ ഞെട്ടലോടെ തിരിഞ്ഞതും അവൻ ശക്തിയിൽ പകുതി പൊങ്ങിക്കിടന്ന ടീഷർട്ട് ഒറ്റവലിയിൽ പൊക്കി കഴുത്തിലൂടെ ഊരിയെടുത്തു. അവൾ ഞെട്ടലോടെ മാറുമറിച്ച് തിരിഞ്ഞു നിന്നു. അവൻ പിന്നിലൂടെ പുണർന്നു. എന്തിനാ അങ്ങനെ ചെയ്തത്? കിതച്ചുകൊണ്ട് ചോദിച്ചു. ഐ നീഡ് യു. എനിക്ക് വേണം തോന്നുന്നുണ്ട്. ആദ്യം കൺട്രോൾ ഉണ്ടായിരുന്നു. ഇന്ന് ഫിസിക്കൽ റിലേഷൻ വേണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വേണം തോന്നുന്നു. ഇങ്ങനെ ഉടുപ്പ് പൊക്കിയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് വേറെ എന്തൊക്കെയോ തോന്നി. അതാ മുഴുവനായി പൊക്കി ഊരിക്കളഞ്ഞത്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിൽ വിരലുകൾ മുറുക്കി നഗ്നമായ കഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. റോസ് കിതച്ചുപോയി. അവൻ്റെ ചെറുസ്പർശങ്ങൾ പോലും തന്നിൽ മാറ്റം വരുത്തുന്നുണ്ട്. ചുണ്ട് കഴുത്തിലും ചെവിയിലുമായി ഇഴയുന്നു. നെഞ്ചിലായി പൊത്തിപ്പിടിച്ചത് നീ മാറ്റുമോ അതോ ഞാൻ മാറ്റണോ? അമി രഹസ്യമായി ചെവി ചോദിച്ചതും അവൾ ഒന്നുകൂടി മാറിലായി ശക്തിയിൽ മറക്കാൻ ശ്രമിച്ചു. എന്നാൽ അമീറിൻ്റെ ശക്തമായ ഒരു പിടുത്തത്തിൽ തന്നെ അവളുടെ രണ്ടു കൈയും അവൻ പിടിച്ചു താഴ്ത്തി. അവസാനമായി ഉണ്ടായിരുന്ന തുണി കൂടി ദേഹത്ത് നിന്ന് ഉലഞ്ഞ് താഴെ വീണു. അവൻ്റെ പരുക്കൻ കൈകൾ അവളിൽ അമർന്നു. നിമിഷനേരം കൊണ്ട് അവൻ അവളുടെ മടിയിലേക്കിട്ടു. അർദ്ധനഗ്നിയായി വെറും ഒരു പാവാടയിലാണ് അവൾ. അവളുടെ കണ്ണിൽ പ്രണയത്തോടെ നോക്കിയവൻ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെടി. നിന്നെ ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നുണ്ട്. നീ ഇത്ര സുന്ദരിയായിരുന്നു. അവൻ അവളെ മൊത്തത്തിൽ നോക്കി പറഞ്ഞു. അവള് നാണിച്ചുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. നഗ്നതയും മിനുസതയും അവൻ്റെ പുരുഷനെ ഉണർത്തി. അവള് നാണിച്ചുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. നഗ്നതയും മിനുസതയും അവൻ്റെ പുരുഷനെ ഉണർത്തി. അവളുടെ നട്ടെല്ലിലൂടെ വിരലുകൾ കൊണ്ട് അവൻ ചിത്രം വരച്ചു. എന്തൊരു സോഫ്റ്റാണ് നീ, അവൻ ചെവിയിൽ പറഞ്ഞു. അവൾ ഒന്നുകൂടി അവൻ്റെ മേലിൽ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവൻ അവളെക്കൊണ്ട് കട്ടിലിൽ മറിഞ്ഞു വീണു. അവളെ അടിയിലാക്കി അവൻ മുകളിലായി. പ്രണയത്തിൽ നോക്കുകയാണ് അവൾ അവനെ. കഴുത്തിൽ താൻ കെട്ടിയ താലി മാത്രം. അവളുടെ കാപ്പിയും വെളുപ്പും ചേർന്ന തൊലിയുടെ നിറത്തിൽ നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ. നിന്നെ കാണാൻ ഞാൻ പണ്ട് കണ്ട ഏതോ ഇംഗ്ലീഷ് സിനിമ നടിമാരെ പോലെ. യു ലുക്ക് സോ ഹോട്ട്, എസ്പെഷ്യലി യുവർ കേർവ്സ്. അവൻ അവളുടെ ഇടുപ്പിൽ ശക്തിയിൽ വിരൽ കൊണ്ട് അമർത്തിക്കൊണ്ട് പറഞ്ഞു. റോസ് ഒന്ന് പൊളഞ്ഞുകൊണ്ട് അവനെ നോക്കി. എനിക്ക് തടി കൂടുതലാണോ? അവളുടെ ഉള്ളിലെ അപകർഷതാബോധം അവളെക്കൊണ്ട് ചോദിപ്പിച്ചു. അവന് അത് മനസ്സിലാവുകയും ചെയ്തു. നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നിന്റെ മനസ്സും ഈ ശരീരവും എല്ലാം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. നീ നല്ല പെണ്ണായതുകൊണ്ട് മാത്രമാണ് എന്ന ക്ലീശേ ഡയലോഗ് ഒന്നും പറയുന്നില്ല. നീ കാണാനും കൊള്ളാം. നിന്റെ സൗന്ദര്യം എന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ സങ്കല്പത്തിൽ ഇതുപോലെയുള്ള പെണ്ണിനെ എനിക്കിഷ്ടം. അതുകൊണ്ട് മാത്രമാണ് പണ്ട് എൻ്റെ മുന്നിൽ കൂടി ഉരുണ്ട് നടന്നു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. എന്ത് ക്യൂട്ടായിരുന്നു. കടിച്ചു തിന്നാൻ തോന്നിയിരുന്നു. കവിളെല്ലാം. അമി പഴയ ഓർമ്മയിൽ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴോ? റോസ് കുസൃതിയോടെ ചോദിച്ചു. ഇപ്പോൾ കവിളല്ല, വേറെ പലതും, അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവളുടെ വയറിൻ്റെ ഇരുവശത്തേക്ക് കാൽകുത്തിയിരുന്നു കൊണ്ട് അവൻ്റെ ടീഷർട്ട് മുകളിലേക്ക് വലിച്ചൂരി ഒറ്റ എറിയലായിരുന്നു. എന്നിട്ട് അവളുടെ മേനിയിലേക്ക് ഒരു ചാട്ടം. അവളുടെ മുഖം ആകമാനം ചുംബിച്ചു. ഇതളുകളെ നുണഞ്ഞു, കടിച്ചു. പിന്നെ നാവ് ചേർത്ത് ദീർഘനേരം ചുംബിച്ചു. റോസ് കുറുകിക്കൊണ്ട് അവൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു. അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ അമർന്നു. അവൻ്റെ മീശരോമങ്ങൾ അവളുടെ ചുണ്ടിനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അവൻ അവളുടെ കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തുന്നതിനോടൊപ്പം അവയിൽ നാവുകൊണ്ട് ഒന്ന് അമർത്തി തടവി. അവളിൽ നിന്നും സീൽക്കാരത്തോടെയുള്ള ശബ്ദം പുറപ്പെട്ടു. അവൻ നൽകുന്ന ചുംബനത്തിൽ സ്വയം തളർന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ തൻ്റെ മേൽച്ചുണ്ടിൽ നിന്നും പിടിവിട്ടുകൊണ്ട് കിതപ്പോടെ അവന് ചേർത്ത് പിടിച്ചു. അവൻ അവളുടെ നാവിൽ പതിയെ പല്ലുകൾ ആഴ്ത്തി. അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി. അതേ നിമിഷം അമീർ അവളുടെ നാവിനെ നുണഞ്ഞു തുടങ്ങി. അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞുകൊണ്ട് അവളുടെ ഇടതുമാറിൽ തഴുകി. റോസ് വിയർക്കാൻ തുടങ്ങി. അമി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നാവിൽ നിന്നും
പിടിവിട്ട നിമിഷം അവൾ കിതച്ചുകൊണ്ട് അവനെ വിളിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ അമർത്തി ചുംബിച്ചു. അവൾ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങി. അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു. അവൻ്റെ രക്തം ചൂട് പിടിച്ചു. റോസ് കിതച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നി. അമ്മി. അവൻ്റെ നോട്ടം കണ്ടതും അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ വിളിച്ചു. റോസ്. അവൻ പ്രണയവും കാമവും നിറഞ്ഞ ശബ്ദത്തോടെ അവൾ വിളിച്ചു. അവൾ വികാരത്തോടെ മൂളി. അവൻ അവളുടെ മാറിലേക്ക് നോക്കി. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അവൻ പതിയെ അവളിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് അവളുടെ വലതുമാറിനെ ചുംബിച്ചുണർത്തി. റോസ് മൂളി. അമ്മി. അവൾ പതിയെ വിളിച്ചു. അവിടെ ചുംബിച്ചുകൊണ്ട് അവൻ തിരികെ മൂളി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടവും അവളുടെ മുഖത്തേക്ക് പോയ നിമിഷം അവൾ അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് പിടിച്ചമർത്തി കണ്ണുകൾ അടച്ചു. അമി ഞെട്ടിപ്പോയി. അവളിൽ നിന്ന് അങ്ങനെയൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചില്ല. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ സന്തോഷത്തോടെ അവളുടെ മാറിനെ നുണഞ്ഞു തുടങ്ങി. അവൻ്റെ ഒരു കൈ അവളുടെ ആലിലെ വയറിൽ അലഞ്ഞു നടന്നു. ഇരുമാറിലും അവൻ്റെ ചുണ്ടുകൾ അമർന്നുകൊണ്ട് അവയെ നുണഞ്ഞെടുത്തുകൊണ്ടിരുന്നു. പതിയെ അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ പൊക്കിൾ ചുഴിൽ അമർത്തി വെച്ചുകൊണ്ട് അതിൻ്റെ ആഴം മറിഞ്ഞു. അവളിൽ നിന്നും സീൽക്കാരം ഉയർന്നു. അവൻ്റെ നാവ് അവളുടെ പൊക്കിൾ ചുഴിക്കുള്ളിലേക്ക് ഇറക്കി. അമ്മി. അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. വികാരങ്ങൾ രണ്ടുപേരിലും ഒരുപോലെ ആളിപ്പടർന്നു. ഇതിനിടയിൽ അനുസരണയില്ലാതെ അവൻ്റെ കൈകൾ അവളുടെ അഴകളവുകൾ അളന്നെടുത്തു. റോസ് കിതച്ചുപോയി. ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നു. അമീറിൻ്റെ പ്രണയച്ചൂടിൽ അവൾ ഉരുകിപ്പോയി. കഴുത്തിലൂടെ പിന്നെ തൻ്റെ മാറിലും വയറിലുമെല്ലാം സഞ്ചരിക്കുന്ന ആ ചുണ്ടുകളെ അവൾ തടഞ്ഞില്ല. അവളുടെ അടിവയറ്റിൽ 1000 ചുംബനങ്ങൾ നൽകിക്കൊണ്ട് അവളെ പൂർണ്ണമായി അവൻ സ്വന്തമാക്കി. അവൾക്ക് വേദനിച്ചിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ ആ വേദനകളെ മറക്കാൻ പോകുന്ന സുഖങ്ങൾ അവൻ അവൾക്ക് നൽകിയിരുന്നു. ഇണചേർന്ന നാഗങ്ങളെപ്പോലെ രണ്ടുപേരും നഗ്നരായി പരസ്പരം ചുറ്റിപ്പിണഞ്ഞു കിടന്നു. രാവിലെ ഉണർന്ന അമീർ കണ്ടു തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പെണ്ണ്. പുതപ്പ് രണ്ടുപേരുടെയും വയറിൻ്റെ താഴോട്ടാണ്. അവളുടെ അർദ്ധനഗ്നത കണ്ടതും ഇന്നലത്തെ രാത്രി അവന് ഓർമ്മ വന്നു. പാവം എൻ്റെ ഉണ്ടച്ചി. അവൻ അവളുടെ മൂക്കിലൊന്ന് ചുംബിച്ചു. അവൾ പതുക്കെ കണ്ണു തുറന്നു. ചെറുതായി പുഞ്ചിരിച്ചു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ ചോദിച്ചു. ഒന്ന് പോയേ. അവൾ നാണിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് മലർന്നു കിടന്നു. വീണ്ടും ഒരു സംഗമത്തിന് അവർ തയ്യാറായി. പിന്നീടുള്ള 2 ദിവസങ്ങൾ അവർക്ക് മധുവിധുവായിരുന്നു. തിരിച്ചു നാട്ടിൽ പോകുന്നതിനെപ്പറ്റി അവർ ചിന്തിച്ചുകൂടിയില്ല. അവരെ സംബന്ധിച്ച് അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാര്യയും ഭർത്താവുമായിരുന്നു.